Welcome to Ehela's Tuition. നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ആസ് ഇൻഡിവിജ്വൽസ് ഫേസ് സ്കാസിറ്റി ഓഫ് റിസോഴ്സസ്, ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ള റിസോഴ്സസിന് സ്കാസിറ്റി അനുഭവിക്കുന്നത് പോലെ the resources of the economy as all are always limited in comparison to what people in the economy collectively want to have. അപ്പോൾ ഒരു എക്കണോമിയിലുള്ള എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ എല്ലാ സാധനങ്ങളും സുലഭമായി കിട്ടണമെന്നില്ല. അവിടെയും ഒരു സ്കാസിറ്റി അനുഭവിക്കും. The scarce resources to have alternative usage and every society has to decide on how much of each of the resources to use in the production of different goods and services. അപ്പോൾ ഓരോ സൊസൈറ്റിയിലുള്ള ആളുകൾക്കും ഏതൊക്കെ റിസോഴ്സസ് ആണ് സ്കാർസ് റിസോഴ്സസ് എന്നും ദൗർലഭ്യമായി ലഭിക്കുന്ന റിസോഴ്സസ് ഏതൊക്കെയാണെന്നും ആ റിസോഴ്സസിന് പകരം ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉപയോഗിക്കാം എന്നും അവർക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. In other words, every society has to determine how to allocate its scarce resources to different goods and services. അപ്പോൾ ഓരോ സൊസൈറ്റിയിലുള്ള ആളുകൾക്കും അറിയണം എങ്ങനെയാണ് അവിടെ സ്കാർസ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്ന്. An allocation of the scarce resources of the economy give rise to a particular combination of different goods and services. അപ്പോൾ ഈ സ്കാർസ് റിസോഴ്സസിൻ്റെ അലോക്കേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കോമ്പിനേഷൻ കിട്ടും. Given the total amount of resources, it is possible to allocate the resources in many different ways. അപ്പോൾ നമുക്ക് ഉള്ള റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം, ഒരുപാട് കോമ്പിനേഷനിൽ അലോക്കേറ്റ് ചെയ്യാം, thereby achieving different mixes of all possible goods and services. അപ്പോൾ നമുക്ക് ഒരുപാട് മിക്സസ് ലഭിക്കും. ഒരു ഗുഡ്സ് മാത്രമല്ല, ഒരുപാട് ഗുഡ്സിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് മിക്സസ് ഓഫ് പോസിബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ലഭിക്കും. The collection of all possible combinations of goods and services that can be produced from a given amount of resources and a given stock of technical knowledge is called a production possibility set. അപ്പോൾ നമ്മൾ മാത്സിൽ പഠിക്കുന്ന പോലെ ഓൾ റിസോഴ്സസ് ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള സെറ്റ്, ഏതൊക്കെ പോസിബിലിറ്റി നമുക്ക് ഉണ്ടോ അതിനൊക്കെ കൂടെ നമുക്ക് എന്ത് പറയും, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയും. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ the collection of all possible combinations of goods and services that can be produced from a given amount of resources and a given stock of technical knowledge is called a production possibility set of the economy. അപ്പോൾ എന്താണ് the collection of all possible combination, നമുക്ക് ഏതൊക്കെ കോമ്പിനേഷനിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നിക്കൽ നോളേജും വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റിയിൽ ഏതൊക്കെ കോമ്പിനേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഓഫ് ദ എക്കണോമി എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട് അവിടെ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിൽ കൺസിഡർ ആൻ എക്കണോമി വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് കോൺ ഓർ കോട്ടൺ ബൈ യൂസിങ് ഇറ്റ്സ് റിസോഴ്സസ്. ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് ഇവർക്ക് രണ്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കോണും കോട്ടണും. ഈ ടേബിളിൽ നമുക്ക് തന്നിട്ടുണ്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ എങ്ങനെ കോണും കോട്ടണും ചെയ്യാനും. അപ്പോൾ ആദ്യത്തെ പോസിബിലിറ്റി എ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കോട്ടൺ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ കോണ് 0 ആയിരിക്കും. ബി എന്ന് പറയുന്നത് ഒരു കോണും 9 കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ സി എന്ന് പറയുന്നത് 2 കോണും 7 കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യുക. ഡി എന്ന് പറയുന്നത് വേറൊരു പോസിബിലിറ്റി 3 കോണും 4 കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യുക. ഈ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കോണും 0 കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും കൂടുതലും നമുക്കിവിടെ കോട്ടൺ ആണ് കംപ്ലീറ്റ് പോസിബിലിറ്റി. നമ്മൾ കംപ്ലീറ്റ് റിസോഴ്സസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കോട്ടൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. കംപ്ലീറ്റ് റിസോഴ്സസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺ ആകാം 4 എണ്ണം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാം. If all the resources are used in the production of corn, the maximum amount of corn that can be produced is 4 units. And if all resources are used in the production of cotton, at the most 10 units of cotton can be produced. The economy can also produce 1 unit of cotton. ഈ എക്കണോമി നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു.
അപ്പോൾ അതിന് ദ ക്യാൻ ബി മെനി അതർ പോസിബിലിറ്റീസ്. ഇതല്ലാണ്ട് വേറെ അതർ പോസിബിലിറ്റീസും ഉണ്ടാവും. ദ ഫിഗർ ഇല്ലസ്ട്രേറ്റ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഓഫ് ദ എക്കണോമി. ഇത് നമുക്ക് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് വെച്ചിട്ട് ഒരു ഫിഗർ വരക്കാം. Any point on or below the curve represent the combination of corn and cotton that can be produced with the economy resources. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂസ് വെച്ചിട്ട് കോണും കോട്ടണും വെച്ചിട്ട് നമ്മൾ എന്താക്കി ഒരു ഗ്രാഫ് വരച്ചു. ഇവിടെ കോണ്, ഇവിടെ കോട്ടൺ. കോണ് 0 എന്ന സമയത്ത് കോട്ടൺ 10, കോണ് 0 ആകുമ്പം കോട്ടൺ 10, കോട്ടൺ 0 എന്ന സമയത്ത് കോൺ 4. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് ഈ ഗ്രാഫിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഇവിടെ ആ പോയിന്റ് എടുത്തിട്ടില്ലെങ്കിൽ എത്ര കോൺ ഉണ്ടാക്കാം, എത്ര കോട്ടൺ ഉണ്ടാക്കാം നമുക്ക് മനസ്സിലാവും. ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോട്ടൺ എത്ര പ്രൊഡ്യൂസ് ചെയ്യാം, കോൺ എത്ര പ്രൊഡ്യൂസ് ചെയ്യാം നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പം the curve gives the maximum amount of corn that can be produced in the economy for any given amount of cotton. അപ്പോൾ ഏത് കോട്ടൺ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്ര കോൺ ഉണ്ടാക്കാം നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ദിസ് കർവ് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ. അപ്പം the curve gives the maximum amount of corn that can be produced in the economy for any given amount of cotton and vice versa. This curve is called a production possibility frontier. ഈ കർവിനെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്നാണ് പറയുന്നത്. The curve gives the maximum amount of corn that can be produced in the economy for any given amount of cotton and vice versa. This curve is called the production possibility frontier. The production possibility frontier gives the combination of corn and cotton that can be produced when the resources of the economy are fully utilized. അപ്പോൾ ഈ ഒരു കർവ് വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് എത്ര കോൺ ഉണ്ടാക്കാം, എത്ര കോട്ടൺ ഉണ്ടാക്കാം നമുക്ക് മനസ്സിലാവും. Note that a point lying strictly below the production possibility frontier represent a combination of corn and cotton that will be produced when all or some of the resources are either underemployed or utilized in a wasteful fashion. ഈ ഒരു ഗ്രാഫിൻ്റെ താഴെയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള വേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇതാണ് മാക്സിമം നമുക്ക് കോണും കോട്ടണും അവൈലബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതിൻ്റെ താഴെയാണ് വന്നിട്ടുണ്ടെങ്കിൽ, ഈ എമൗണ്ടിന് താഴെയാണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ റിസോഴ്സസ് വേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇഫ് more of scarce resources are used in the production of corn, less resources are available for the production of cotton and vice versa. നമുക്കറിയാം, ഇനിയിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കോട്ടണിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കോട്ടൺ ചെയ്യേണ്ട റിസോഴ്സസിനേക്കാളും കൂടുതൽ നമ്മൾ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോണിന് ആവശ്യമുള്ള റിസോഴ്സസ് കുറച്ച് കുറവാകും. അപ്പോൾ നമ്മളതിന് ആഡിക്വേറ്റ് ആയിട്ട് എത്രയാണോ കറക്റ്റ് ചെയ്താലും മാത്രമേ നമുക്ക് ഈ ഒരു അവൈലബിൾ ആയിട്ട് ഇത്ര കോണും മാക്സിമം ഇത്ര കോണും ഇത്ര കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയാൻ വേണ്ടി പറ്റും. There is always a cost of having little more of one good in terms of amount of the other good that has to be foregone. This is known as opportunity cost. നമുക്കറിയാം, ഇവിടെ നമുക്ക് കോട്ടൺ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും, കോണ് എമൗണ്ടിൽ കുറവ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാം ഒരേപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് തന്നെ there is always a cost of having a little more of one good in terms of the amount of other good that has to be foregone. This is known as opportunity cost of an additional unit of goods. അപ്പോൾ എന്തായാലും ഒരു ഗുഡ്സിന് എക്സ്ട്രാ എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. എവറി എക്കണോമി ഹാസ് ടു ചൂസ് വൺ ഓഫ് ദ മെനി പോസിബിലിറ്റീസ് ദാറ്റ് ഇസ് ഹാസ്. In other words, one of the central problem of the economy is to choose from one of the many production possibilities. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പം ഈ ഒരു നമ്മുടെ എക്കണോമി ഫേസ് ചെയ്യുന്ന വേറൊരു സെൻട്രൽ പ്രോബ്ലമാണ് എന്ത് ചൂസ് ചെയ്യും, ഏത് തരത്തിലുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളതും ഒരു സെൻട്രൽ പ്രോബ്ലത്തിൽ വരുന്നതാണ്. വൺ ഓഫ് ദ സെൻട്രൽ പ്രോബ്ലം of the economy is to choose from one of the many production possibilities. ഏത് ചൂസ് ചെയ്യുന്നുള്ളതും ഒരു സെൻട്രൽ പ്രോബ്ലത്തിൽ വരുന്നതാണ്. ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്?
Basic problems can be solved either by the free interaction of individuals pursuing their own objective as in done in the market. ഒന്നുകിൽ നമുക്ക് എക്കണോമിക് പ്രോബ്ലംസ് ഒക്കെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓർ ഇൻ എ പ്ലാൻഡ് മാനർ ബൈ സം സെൻട്രൽ അതോറിറ്റി ലൈക്ക് ദ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിങ്ങിൽ കൂടെ മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് സെൻട്രലി പ്ലാൻഡ് എക്കണോമി. ഇങ്ങനെയാണ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. പിന്നെ സെൻട്രലി പ്ലാൻഡ് എക്കണോമി, ദ ഗവൺമെൻറ് ഓഫ് ദി സെൻട്രൽ അതോറിറ്റി പ്ലാൻ ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ദ എക്കണോമി. ഒരു എക്കണോമിയിലുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഓൾ ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ് റിഗാർഡിംഗ് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ മെയ്ഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസും എടുക്കുന്നത് ഗവൺമെൻറ്റാണ്. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്കൊക്കെ എക്സ്ചേഞ്ച് ചെയ്യണം, ഏത് തരത്തിൽ കൺസംഷൻ ചെയ്യണം, ഇതൊക്കെ പറയുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ദ സെൻട്രൽ അതോറിറ്റി മേ ട്രൈ ടു അച്ചീവ് എ പർട്ടിക്കുലർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് കൺസിക്വൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫൈനൽ combination of goods and services which is thought to be desirable for a society as a whole. അപ്പോൾ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ആവശ്യമായ ഗുഡ്സും സർവീസും നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഇങ്ങനെ ഒരു സെൻട്രൽ പ്ലാൻഡ് എക്കണോമിക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് എ ഗുഡ് ഓർ സർവീസ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രോസ്പെറിറ്റി ആൻഡ് ഇപ്പോൾ നമുക്കൊരു ഗുഡ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ഗുഡ്സോ സർവീസോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മക്ക് പുരോഗതിക്ക് ആവശ്യമായ പ്രോസ്പെറിറ്റി ആൻഡ് വെൽ ബീയിങ് ഓഫ് എക്കണോമി ആസ് എ ഹോൾ. അങ്ങനെ ഒരു കാര്യം നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് ഇസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ അഡിക്വേറ്റ് എമൗണ്ട് ബൈ ദ ഇൻഡിവിജ്വൽസ് ഓർ ദർ ഓൺ. ഹെൽത്ത് സർവീസും എഡ്യൂക്കേഷനും നമ്മുടെ ഇൻഡിവിജ്വൽസിന് അഡിക്വേറ്റ് എമൗണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ദ ഗവൺമെൻറ് മൈ ട്രൈ ടു ഇൻഡ്യൂസ് ദ ഇൻഡിവിജ്വൽസ് ടു പ്രൊഡ്യൂസ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സച്ച് ഗുഡ്സ് ഓർ സർവീസ്. അപ്പോൾ ഗവൺമെൻറ് അത്രയും എമൗണ്ടിൽ ഈ തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിനെ പ്രേരിപ്പിക്കും. ദ ഗവൺമെൻറ് മേ ഇറ്റ് സെൽഫ് ഡിസൈഡ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ഓർ സർവീസ് ഇൻ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഗവൺമെൻറ് സ്വന്തമായിട്ടും ആ ഗുഡ്സ് ആൻഡ് സർവീസും ഉണ്ടാക്കും. ഇൻ എ ഡിഫറെൻറ്റ് കണ്ടെക്സ്റ്റ്, സം പീപ്പിൾ ഇൻ ദ എക്കണോമി ഗെറ്റ് സോ ലിറ്റിൽ എ ഷെയർ ഓഫ് ഫൈനൽ മിക്സ് ഓഫ് ഗുഡ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എക്കണോമി ദാറ്റ് ദ സർവൈവൽ ഈസ് എ സ്റ്റേക്ക്. Then the central authority may intervene and try to achieve an equitable distribution of final mix of goods and services. അപ്പം സം പീപ്പിൾ അയാൾക്ക് ആവശ്യമുള്ള ഫൈനൽ മിക്സ് എത്തിയിട്ടില്ലെങ്കിൽ ഗവൺമെൻറ് അവരെ സഹായിച്ചിട്ട് എക്വിറ്റബിൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതേപോലെ ആവശ്യമുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ സഹായിക്കും. ഇനി അടുത്ത എക്കണോമിയാണ് മാർക്കറ്റ് എക്കണോമി. In contrast, the centrally planned economy, market economy, all economic activities are organized through the market. അപ്പം മാർക്കറ്റ് എക്കണോമിയിലെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും മാർക്കറ്റിൽ കൂടെയാണ് നടക്കുന്നത്. മാർക്കറ്റ് ആസ് സ്റ്റഡീഡ് ഇൻ എക്കണോമിക്സ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എക്കണോമിക്സിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് which organizes the free interaction of individuals pursuing the respective economic activities. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നടക്കുന്നത് ഫ്രീ ഇൻട്രാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ റെസ്പെക്റ്റീവ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസിനായിട്ട് ഇൻഡിവിജ്വൽസിൻ്റെ ഫ്രീ ഇൻട്രാക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പം അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ വിദ്യാർത്ഥികൾ വന്നിട്ട് പഠിക്കുന്നു. അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ നേടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻട്രാക്ഷനാണ് അവിടെ. മാർക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് മാർക്കറ്റ്. In other words, a market is a set of arrangement where economic agents can freely exchange their endowments or products with each other. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് വേറൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടി, എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. It is important to note that the term market as used in economics is quite different from the common sense understanding of market. സാധാരണ നമ്മൾ പറയുന്ന മാർക്കറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് എക്കണോമിക്സിൽ മാർക്കറ്റിനെ കാണുന്നത്. In particular, it has nothing as such to do with the marketplace as you might tend to think of. For buying and selling commodities, നമ്മളെന്താണ് മാർക്കറ്റ് വിചാരിച്ചിട്ടുള്ളത്? ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ് കോമഡിറ്റീസ്, നമുക്ക് വിൽക്കാനും വാങ്ങാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാർക്കറ്റ്. ഇൻഡിവിജ്വൽസ് മേ ഓർ മേ നോട്ട് മീറ്റ് ഈച്ച് അതർ ഇൻ ആൻ ആക്ച്വൽ ഫിസിക്കൽ ലൊക്കേഷൻ. അല്ലെങ്കിൽ ഒരേ ഫിസിക്കൽ ലൊക്കേഷനിൽ ഇൻഡിവിജ്വൽസ് മീറ്റ് ചെയ്യണമെന്നില്ല.
Interactions between buyers and sellers can take place in a variety of situations such as village chalk or super bazaars in a city. നമ്മൾ വിചാരിക്കുന്ന ഒരേ തരത്തിലായിരിക്കില്ല മാർക്കറ്റ്. ബയേഴ്സും സെല്ലേഴ്സും ചിലപ്പോൾ വില്ലേജ് ചോക്കിലായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സൂപ്പർ ബസാർ ഇൻ സിറ്റി ആയിരിക്കും ഉണ്ടാവുക. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ക്യാൻ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ത്രൂ ടെലഫോൺ, അല്ലെങ്കിൽ ടെലഫോണിലോ ഇൻ്റർനെറ്റിലൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചസ് നടത്താൻ വേണ്ടി പറ്റും. ദ അറേഞ്ച്മെൻറ്റ് വിച്ച് അലോ പീപ്പിൾ ടു ബൈ ആൻഡ് സെൽ കമ്മോഡിറ്റീസ് ഫ്രീലി ആർ ദ ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ്. ശരിക്കും മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മോഡിറ്റീസിന്, സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ബയേഴ്സിനിൽ എത്തിക്കണം. അതാണ് മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നേരിട്ട് കണ്ടുകൊണ്ടാവണമെന്നില്ല, കോൾ ഓഫ് ടെലഫോൺ വഴിയോ ഇൻ്റർനെറ്റ് വഴിയോ എങ്ങനെയായാലും ഈ ഒരു പ്രോസസ്സ് നടന്നാൽ മതി. For the smooth functioning of any system, it is imperative that there is coordination in the activities of different constituent parts of the system. അപ്പോൾ സ്മൂത്ത് ഫങ്ഷനിങ് നടക്കണമെങ്കിൽ, ഈ ഒരു മാർക്കറ്റിൻ്റെ സ്മൂത്ത് ഫങ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും ഡിഫറെൻറ്റ് കൺസ്റ്റിറ്റ്യൂഷൻ പാർട്സിൻ്റെ ഒക്കെ കോർഡിനേഷൻ ഉണ്ടാവണം, നല്ല രീതിയിൽ ഉണ്ടാവണം. അതർവൈസ് ദേ ക്യാൻ ബി ചോസ്, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. You may wonder what are the forces which bring coordination between the activities of millions of isolated individuals in a market system. അപ്പോൾ ഈ മില്യൺസ് ഓഫ് ഐസൊലേറ്റഡ്, ഓരോരുത്തരും ഒറ്റക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് സിസ്റ്റത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കോർഡിനേഷൻ എന്താണ്, ആ ഒരു കോർഡിനേഷൻ ഫോഴ്സ് നമ്മൾ അറിയണം. പിന്നെ മാർക്കറ്റ് സിസ്റ്റം ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് കം വിത്ത് പ്രൈസ്. നമുക്കറിയാം മാർക്കറ്റ് സിസ്റ്റത്തിലെ എല്ലാ സാധനങ്ങളും അതിനൊരു പ്രൈസ് ഉണ്ടാവും, വിച്ച് ഇസ് മ്യൂച്വലി അഗ്രീഡ് അപ്പോൺ ബൈ ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ആ ഒരു പ്രൈസ് ബയേഴ്സിനും ഓക്കെ ആയിരിക്കും, അതുപോലെ സെല്ലേഴ്സിനും ആ ഒരു പ്രൈസിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അറ്റ് വിച്ച് എക്സ്ചേഞ്ചസ് ടേക്സ് പ്ലേസ്. അങ്ങനെ ആവുന്ന സമയത്താണ് എക്സ്ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് നടത്തുക. അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ വിൽപ്പന നടക്കുന്നുള്ളൂ. ദ പ്രൈസ് റിഫ്ലെക്ട്സ് ഓൺ ആൻ ആവറേജ്, ഏകദേശം ഒരു ആവറേജ് റേഞ്ചിലായിരിക്കും പ്രൈസ് ഉണ്ടാവും. ദ സൊസൈറ്റീസ് വാല്യൂഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ക്വസ്റ്റ്യൻ. If the buyers demand more on a certain good, the price of the good will rise. ഇനി വിൽക്കുന്ന ആള്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളല്ല, വാങ്ങുന്ന ആള് ഒരു സാധനം ഒരുപാട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് കൂടും. ദിസ് വിൽ സെൻഡ് എ സിഗ്നൽ ടു ദ പ്രൊഡ്യൂസർ ഓഫ് ദാറ്റ് ഗുഡ് ടു എഫക്റ്റ് ദാറ്റ് ദ സൊസൈറ്റി ആസ് എ ഹോൾ വാണ്ട് മോർ ദാറ്റ് ഗുഡ് ദാൻ ഇൻ കറൻ്റ്ലി ബീങ് പ്രൊഡ്യൂസ്ഡ്. അപ്പം പ്രൊഡ്യൂസേഴ്സിന് മനസ്സിലാവും ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇനി വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് അവർക്ക് മനസ്സിലാവും. In that turn are likely to increase their production. ആ സമയത്ത് അവർ വീണ്ടും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. This way prices of the goods and services sent important information to all the individuals across the market and helped achieve coordination in the market system. അപ്പം ഈ ഒരു തരത്തിലാണ് കോർഡിനേഷൻ നടക്കുന്നത്. ആദ്യം ബയേഴ്സ് കൂടുതലായിട്ട് സാധനം വാങ്ങിക്കും, അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് മനസ്സിലാവും. ബയേഴ്സ് കൂടുതലായിട്ട് സാധനം വാങ്ങിക്കുന്ന സമയത്ത് സാധനത്തിന് സ്കാസിറ്റി ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ പ്രൈസ് കൂടുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിന് മനസ്സിലാവും ഇതിന് കൂടുതൽ ആവശ്യങ്ങളുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, പ്രൊഡക്ഷൻ കൂട്ടും. ആ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് അത് ഈസിലി അവൈലബിൾ ആവും, അപ്പോൾ പ്രൈസ് വീണ്ടും കുറയും. അങ്ങനെയാണ് ഇതിനാണ് ഒരു മാർക്കറ്റ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. Thus in a market system, the central problems regarding how much and what to produce are solved through the coordination of economic activities brought about the price signal. അപ്പോൾ ഈ ഒരു പ്രൈസ് സിഗ്നൽസ് അനുസരിച്ചിട്ടുള്ള കോർഡിനേഷനിലൂടെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഹൗ മച്ച് വി പ്രൊഡ്യൂസ്, എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു പ്രോബ്ലം നമ്മളടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു എക്കണോമിയിലുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് ഒരുപാട് ആവശ്യക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി പറ്റും. In reality, all economics are mixed economics, where some important decisions are taken by the government and the economic activities are by and large conducted through the market. All economics are എല്ലാ എക്കണോമിക്സിലും മിക്സ്ഡ് എക്കണോമിക്സ് ആണ് ഉണ്ടാവുക. അപ്പം അധിക ഡെസിഷൻസും ഗവൺമെൻറ്റാണ് എടുക്കുക. ഗവൺമെൻറ്റിൻ്റെ ഡെസിഷൻസിനനുസരിച്ചിട്ടാണ് മാർക്കറ്റിൽ വേരിയേഷൻസ് ഉണ്ടാവുക. The only difference in the terms of the extent of role of the government in deciding the course of the economic activities. പക്ഷെ ഓരോ സൊസൈറ്റിയിലും ഓരോ എക്കണോമിക്സിലും ഗവൺമെൻറ്റിൻ്റെ റോളിൽ വ്യത്യാസം ഉണ്ടാകും. ചില
ചില എക്കണോമിയിൽ ഗവൺമെൻറ്റിന് നന്നായിട്ട് റോൾ ചെയ്യാൻ വേണ്ടി പറ്റും, ചിലതിൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പൊസിഷൻ കുറവായിരിക്കും, ആ ഒരു കഴിവ് കുറവായിരിക്കും. ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ദ റോൾ ഓഫ് ദ ഗവൺമെൻറ് ഈസ് മിനിമൽ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ റോള് വളരെ കുറഞ്ഞത്. അതൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് അത്ര രീതിയിലൊന്നും ഒരു ഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മാർക്കറ്റിൽ അത്ര ഫോഴ്സ് കിട്ടില്ല. ദ ക്ലോസസ്റ്റ് എക്സാമ്പിൾ ഓഫ് സെൻട്രൽ പ്ലാൻഡ് എക്കണോമി ഈസ് ദ സോവിയറ്റ് യൂണിയൻ. സെൻട്രൽ പ്ലാൻഡ് എക്കണോമിയുടെ ഒരു ക്ലോസസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. റഷ്യ, യു എസ് എസ് ആർ സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ട് അവിടെ മാർക്കറ്റിലും അവിടെ എല്ലാ കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ ദ മേജർ പാർട്ട് ഓഫ് ദ 20th സെഞ്ച്വറിൻ്റെ ആ ഒരു സമയത്തായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഇൻ ഇന്ത്യ, സിൻസ് ഇൻഡിപെൻഡൻസ് ദ ഗവൺമെൻറ് ഹാസ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ പ്ലാനിങ് ആക്ടിവിറ്റീസ്. ഇന്ത്യ ഒരു മിക്സ്ഡ് എക്കണോമിയാണ്. അവിടെ ക്യാപിറ്റലിസ്റ്റും ഉണ്ട്, സോഷ്യലിസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് മുതലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ടായിരുന്നു. ഹൗഎവർ, in the role of government in Indian economy has been reduced considerably in the last couple decades. ഇപ്പോഴുള്ള 1991 വന്നിട്ടുള്ള ഒരുപാട് നിയമ ഭേദഗതികളിലൂടെ ഇന്ത്യയും ഇപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി എന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. Positive and normative economics. It was mentioned earlier that in principle there are more than one ways of solving the central problems of an economy. നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഒക്കെ പഠിച്ചു. സെൻട്രൽ പ്രോബ്ലത്തിന് ഒരുപാട് വഴികളിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു വഴിയല്ല, ഒരുപാട് വഴികളിലൂടെ സോൾവ് ചെയ്യാം. These different mechanisms in general are likely to give rise to different solutions to those problems. അപ്പം നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് തന്നെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടാകുന്നു. അപ്പം thereby resulting in different allocations of resources and also different distributions of final mix of goods and services produced in the economy. അപ്പം ഒരു സ്കാസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാകുന്ന സമയത്ത് അത് അവസാനം ഫൈനൽ മിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസിലേക്ക് നയിക്കും. അപ്പോൾ therefore it is important to understand which of this alternative mechanism is most desirable for the economy as a whole. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്കണോമിയിൽ ഏത് സൊല്യൂഷനാണ്, ഏതൊരു ആൾട്ടർനേറ്റീവാണ് സ്കാസിറ്റി പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. In economics we try to analyze the different mechanism and figure out the outcomes which are likely to result under each of this mechanism. അപ്പോൾ നമ്മൾ എക്കണോമിക്സിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ സൊല്യൂഷൻസിൻ്റെയും ഔട്ട്കം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. We also try to evaluate the mechanism by studying how desirable the outcome resulting from them are. അപ്പോൾ ഓരോരോ സൊല്യൂഷൻ്റെയും ഔട്ട്കം എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ബെറ്റർ വൺ ഏതാണ് എടുക്കുന്നത്. Often a distinction is made between positive economic analysis and a normative economic analysis depending on whether we are trying to figure out how a particular mechanism functions or we are trying to evaluate it. അപ്പോൾ നമ്മൾ ഈ അനലൈസ് ചെയ്യുന്ന രണ്ട് തരത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാം. പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് ഉണ്ട്, നോമാറ്റീവ് എക്കണോമിക് അനാലിസിസ് ഉണ്ട്. In positive economic analysis we study how the different mechanism functions and in നമ്മൾ പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഡിഫറെൻറ്റ് മെക്കാനിസം ഫങ്ഷൻ, എങ്ങനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ ഡിഫറെൻറ്റ് മെക്കാനിസം ഫങ്ഷൻ ചെയ്യുന്നത്. നോമാറ്റീവ് എക്കണോമിക്സിൽ നമ്മൾ എന്താ ട്രൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോമാറ്റീവ് എക്കണോമിക്സ് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് whether this mechanism are desirable or not. ഈ പറഞ്ഞിട്ടുള്ള മെക്കാനിസം നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം പോസിറ്റീവ് എക്കണോമിക് അനാലിസിസിൽ എന്താണ് ഡിഫറെൻറ്റ് മെക്കാനിസം എന്ന് പഠിക്കും. നോമാറ്റീവ് അനാലിസിസിൽ ഈ മെക്കാനിസം നമുക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്ന് പഠിക്കും. ഇനി however this distinction between the positive and the normative and economic analysis is not a very sharp one. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അത്ര വലിയ പ്രശ്നമുള്ളതൊന്നല്ല. The positive and normative issues involving in study of the central economic problems are very closely related to each other and a proper understanding is one is not possible in isolation of the other.
അപ്പോൾ നമ്മളിവിടെ പഠിച്ചു പോസിറ്റീവ് എക്കണോമിക് അനാലിസിസും നോമാറ്റീവ് എക്കണോമിക് അനാലിസിസും. പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സ്റ്റഡി ഹൗ ദ ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഫങ്ഷൻ, എങ്ങനെയാണ് ഓരോ ഡിഫറെൻറ്റ് മെക്കാനിസം ഫങ്ഷൻ ചെയ്യുന്നത്. നോമാറ്റീവ് എക്കണോമിക്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ ദിസ് മെക്കാനിസം ആർ ഡിസേബിൾ, ഈ ഒരു മെക്കാനിസം ആവശ്യമുണ്ടോ ഇല്ലയോ. അപ്പോൾ ഏകദേശം രണ്ടാളും ഒരേപോലെ തന്നെയാണ് ഉള്ളത്. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അടുത്ത ടോപ്പിക്ക് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആണ്. ട്രഡീഷണലി സബ്ജക്റ്റ് മാറ്റേഴ്സ് ഓഫ് എക്കണോമിക്സ് has been studied under two broad branches. രണ്ട് branches ഉണ്ട്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. In microeconomics, we study the behavior of individual economic agents in the market for different goods and services and try to figure out how prices and quantities of goods and services are determined through the interaction of individuals in this market. അപ്പോൾ നമ്മൾ ഇവിടെ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് ഏജൻറ്റ്. ഓരോരോ ഇൻഡിവിജ്വൽ എക്കണോമിക് ഏജൻറ്റ് എടുക്കും, എന്നിട്ട് ആ ഓരോ ഇൻഡിവിജ്വൽ എക്കണോമിക് ഏജൻറ്റും ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പഠിക്കും. We study the behavior of individual economic agents in the market for different goods and services and try to figure out how prices and quantities of goods and service are determined through the interaction of individual in this market. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ എക്കണോമിക് ഏജൻസും എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. ഇൻ മാക്രോ എക്കണോമിക്സ് അതർ ഹാൻഡ് വി ട്രൈ ടു ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ എക്കണോമി ആസ് എ ഹോൾ ബൈ ഫോക്കസിങ് അവർ അറ്റൻഷൻ ഇൻ അഗ്രിഗേറ്റ് മെഷേഴ്സ് സച്ച് ആസ് ടോട്ടൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് അഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ. പക്ഷേ നമ്മൾ മാക്രോ എക്കണോമിക്സിൽ, ഈ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ടോ പ്രൈസ് ലെവലോ അഗ്രിഗേറ്റ് പ്രൈസ് ലെവലോ അങ്ങനെയൊന്നും നോക്കുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷേ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ട്രൈ ടു ഗെറ്റ് understanding of the economy as a whole by focusing our attention on aggregate measures such as total output എന്താ നോക്കും, എംപ്ലോയ്മെൻറ്റ് ആൻഡ് അഗ്രിഗേറ്റ് പ്രൈസ് ലെവലും ഔട്ട്പുട്ടും പ്രൈസ് ലെവലും എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ ബാക്കി കാര്യങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നത്. Here we are interested in finding out how the levels of these aggregate measures are determined and how the levels of these aggregate measures change. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാവണം എങ്ങനെയാണ് ഈ അഗ്രിഗേറ്റ് മെഷേഴ്സ് ഒക്കെ വരുന്നത്. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ സ്റ്റഡീഡ് ഇൻ മൈക്രോ എക്കണോമിക്സ് ആർ ഫോളോസ്. നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ഏജൻറ്റും എങ്ങനെയാണ് അതിൻ്റെ പ്രൈസിനെയും ക്വാണ്ടിറ്റീസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് എ ലെവൽ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദ എക്കണോമി. നമ്മൾ ഏത് തരത്തിലുള്ള എക്കണോമിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് ഒരു ചോദ്യം വരും. ഒറ്റൊരു ഏജൻറ്റ് മാത്രമല്ല എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് എക്കണോമിയിലാണ് വെക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഹൗ ഇസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് ഡിറ്റർമൈൻഡ്, എങ്ങനെയാണ് ടോട്ടൽ ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്തത്. ഹൗ ഡസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് ഗ്രോ ഓവർ ടൈം, എങ്ങനെയാണ് ഓരോ ടൈമിലും ടോട്ടൽ ഔട്ട്പുട്ട് ടോട്ടൽ ഔട്ട്പുട്ട് എന്നൊരു കൺസെപ്റ്റ് മൈക്രോ എക്കണോമിക്സിലില്ല. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരും. ആർ ദ റിസോഴ്സസ് ഓഫ് ദ എക്കണോമി ഫുള്ളി എംപ്ലോയിഡ്, എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചും എംപ്ലോയിഡ് ലേബേഴ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ റിസോഴ്സസ്, എന്തുകൊണ്ടാണ് ഈ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു എക്കണോമിയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത്. വൈ ഡു പ്രൈസസ് റൈസസ്, എന്തുകൊണ്ട് പ്രൈസസ് റൈസ് ചെയ്യുന്നത്. ദിസ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് ദ ഡിഫറെൻറ്റ് മാർക്കറ്റ് ആസ് ഇൻ ഡൺ ഇൻ മൈക്രോ എക്കണോമിക്സ്, ഇൻ മാക്രോ എക്കണോമിക്സ് വി ട്രൈ ടു സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് അഗ്രിഗേറ്റ് ഓർ മാക്രോ മെഷേഴ്സ് ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദ എക്കണോമി. അപ്പോൾ നമ്മൾ ഇതെന്നൊക്കെ മാക്രോ മെഷേഴ്സും അതിനെക്കുറിച്ചൊക്കെ പഠിക്കും.